മക്കളെ, യെരൂശലേം വചനകൂടാരത്തിൽ നിന്നും സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ധാരാളം മക്കൾ ഈ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രയോ വലിയ സൗഭാഗ്യമാണ്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാർത്ഥനയുടെ ചൈതന്യവും ഈശോയാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. പല വിധത്തിലും ക്ലേശിതരും ദുഃഖിതരുമായവരുടെ ഭവനത്തിലേക്ക് ഇതാ മാതാവിനോടൊപ്പം ഈശോ കടന്നു വരികയാണ്. ആരൊക്കെ വചനം ശ്രവിക്കുന്നുണ്ടോ അത് കർത്താവ് എന്നോട് പറയുന്നു എന്ന വിധത്തിൽ ആ വചനത്തെ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുകയാണ്. ഇതാ വചനധരിയാണ് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ഉത്തമവും പൂർണ്ണവുമായിട്ടുള്ളത് ആരിൽ നിന്ന് വരുന്നത്? ഉന്നതത്തിൽ നിന്നാണ് വരുന്നത്. ഉന്നതത്തിൽ നിന്നാണ് വരുന്നത്. മാറ്റത്തിൻ്റെ നിഴലില്ലാത്ത പ്രകാശങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതിനൊരു പരിഹാരമാർഗം കർത്താവ് കണ്ടിട്ടുണ്ട്. പരിഹാരമില്ലാത്തൊരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ഒരുപക്ഷെ ദുരന്തങ്ങളായിരിക്കാം, വേർപാടുകളായിരിക്കാം, ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോയ അവസരങ്ങളായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മോട് പറയുകയാണ്, പ്രകാശത്തിൻ്റെ ദൈവം നിൻ്റെ ഉള്ളിൽ നിന്ന് ജ്വലിപ്പിക്കുന്നുണ്ട്. കാരണം അവിടുന്ന് ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉണ്ടാകുന്നതിന് പ്രകാശത്തിൻ്റെ ദൈവം നമ്മൾ ഉജ്ജ്വലിക്കുകയാണ്. അന്ധകാരത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളിൽ കൂടിയാണ് നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയമറിയയില്ല. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കാനും സഹായിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ആത്മീയ കാര്യങ്ങൾ വളരാനും ദൈവവചനം കേൾക്കുവാനും ഇതിനു വേണ്ടി 3 മിനിറ്റ് സമയത്തിന് വേണ്ടി വില കൊടുക്കാനും ഇതൊക്കെ സാധിക്കുന്നത് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശത്തിൻ്റെ ദൈവമാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ പോലും ആരെയും പുച്ഛിക്കരുത്, ആരെയും വിധിക്കരുത്. പുച്ഛിക്കപ്പെടുന്നവർ വളരും, പുച്ഛിച്ചവർ തകരും. അതാണ് സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആരെയും വിധിക്കാനോ വിധി തീർപ്പ് നൽകാനോ നമ്മൾ യോഗ്യരല്ല. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് അർപ്പണം ചെയ്യുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. മകളെ, ദൈവത്തിൻ്റെ കരം ഇതാ നിൻ്റെ പക്കലേക്ക് നീളുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇത് ഷെയർ ചെയ്യുന്നവരോടും എത്തിച്ചേരുന്നവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.